ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അർച്ചന ഇപ്പോൾ ഗോകുലിനോട് പെരുമാറുന്നതൊക്കെ കണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ശോഭന. കാരണം അർച്ചന ഇപ്പോൾ ഗോകുലുമായി നല്ല അടുപ്പത്തിലാണ്. ഇവളിപ്പോൾ ശരിക്കും അവൻ്റെ ഭാര്യയായി കഴിഞ്ഞോ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ശോഭന. ശേഷം സ്വാമിജി ഇപ്പോൾ ചിപ്പിയെ വിളിക്കുകയാണ്. ചിപ്പിയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന്. മരുന്ന് കൃത്യമായി കഴിക്കുന്നില്ലേ എന്നും സ്വാമിജി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാനാണ് മരുന്നൊക്കെ എടുത്തു കൊടുക്കുന്നത് എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് സ്വാമിജിയുടെ ഒരു സഹായി വന്ന് സംസാരിക്കുന്നുണ്ട് സ്വാമിജിയോട്. അവന്തിക മാഡത്തിന് കുറവുണ്ട് എന്ന് സ്വാമിജി പറയുന്നത് കേട്ട് ആ സഹായി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഡൊണേഷൻ്റെ കാര്യം സംസാരിക്കാമല്ലോ. ഇത് കേട്ട് ഇപ്പോൾ സ്വാമിജി പറയുന്നു, അതിന് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അവന്തിക മാഡത്തിനോടല്ല, അവരുടെ മകളോടാണ്. അന്ന് അവന്തിക മാഡം ഇവിടെ വന്ന് ദത്തെടുത്തുകൊണ്ട് പോയില്ലേ, ആ കുട്ടിയോടാണ് എന്നിങ്ങനെ പറയുന്നത് ചിപ്പി ഫോണിൽ കൂടി കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ചിപ്പി. വളരെയധികം വിഷമത്തോടെയാണ് ചിപ്പി നിൽക്കുന്നത്. ദത്തെടുത്താണെങ്കിലും അവന്തിക മാഡം ആ കുട്ടിയെ സ്വന്തം മകളായിട്ട് തന്നെയാണ് വളർത്തുന്നത് എന്ന് സ്വാമിജി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ചിപ്പി ഇപ്പോൾ നിന്ന് കരയുന്നുണ്ട്. ചില ജാതകങ്ങൾ ഇങ്ങനെയാണ്, ജന്മം അനാഥമാണെങ്കിലും ആ കുട്ടിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ കുട്ടിയെ അവന്തിക മാഡം ദത്തെടുക്കുമായിരുന്നോ എന്നൊക്കെ സ്വാമിജി പറയുന്നത് കേട്ട് ആ സഹായി വീണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഡൊണേഷൻ്റെ കാര്യം സൂചിപ്പിക്കുന്നില്ലേ എന്ന്. ഈ സമയത്താണ് സ്വാമിജി ഓർക്കുന്നത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഇപ്പോൾ ഫോൺ എടുത്ത് മോളെ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ചിപ്പി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. കാരണം ചിപ്പി ആകെ തകർന്ന് നിൽക്കുകയാണ്. കട്ടായെന്ന് തോന്നുന്നു, ഇനിയിപ്പോൾ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സ്വാമിജി ഇപ്പോൾ ഫോൺ വയ്ക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ചിപ്പി ഇപ്പോൾ സ്വാമിജി പറഞ്ഞ ആ ഒരു കാര്യത്തെപ്പറ്റി തന്നെയാണ് ആലോചിക്കുന്നത്. ചിപ്പിയെ ദത്തെടുത്ത ആ ഒരു കാര്യം. അവന്തികയാണെങ്കിൽ ഇപ്പോൾ ചിപ്പിക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് ചിപ്പിയെ വിളിക്കുന്നുണ്ട്. എന്നാൽ ചിപ്പി താഴേക്ക് വരുന്നില്ല. ചിപ്പി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുറിയിൽ. അങ്ങനെ അവന്തിക ഇപ്പോൾ അവിടെ ആഹാരമൊക്കെ അടച്ചു വെച്ചിട്ട് ചിപ്പിയെ വിളിക്കാനായി പോകുന്നു. ചിപ്പിയാണെങ്കിൽ ആ ഒരു കാര്യം തന്നെ ആലോചിച്ച് കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഭക്ഷണമൊന്നും കഴിക്കണ്ടേ, അമ്മ ദേ മോൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അവന്തിക ഇപ്പോൾ ചിപ്പിയോട് വന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് അവന്തിക ഇപ്പോൾ ചിപ്പി കരയുന്നത് കാണുന്നത്. എന്ത് പറ്റി, എന്തിനാ കുഞ്ഞ് കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ. അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, ഫുഡ് കഴിച്ചിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകണ്ടേ, ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അടിച്ച് പൊളിക്കണ്ടേ എന്നൊക്കെ അവന്തിക ചോദിക്കുന്നത് കേട്ട് ചിപ്പി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ വരുന്നില്ല. ഫാദേഴ്സ് ഡേ സെലിബ്രേഷൻ അച്ഛനില്ലാതെ സ്കൂളിലേക്ക് പോകുന്ന ഒരേ ഒരു കുട്ടി ഞാൻ മാത്രമേ കാണൂ. എൻ്റെ അച്ഛൻ എവിടെ, ആരാ എൻ്റെ അച്ഛൻ എന്നൊക്കെ ചിപ്പി ഇപ്പോൾ അവന്തികയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് അവന്തിക മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അമ്മ ഇതുവരെ അച്ഛനെക്കുറിച്ച് എന്നോട് പറയാത്തതെന്താ, എനിക്ക് അച്ഛനില്ലേ എന്നൊക്കെ ചിപ്പി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, അത് മോൾക്ക് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞത്. ഉടനെ ചിപ്പി ചോദിക്കുന്നു, എങ്കിൽ പറ എൻ്റെ അച്ഛൻ ആരാ എന്നൊക്കെ ഇപ്പോൾ ചിപ്പി ചോദിക്കുമ്പോൾ മോളോട് അമ്മ എല്ലാം പറയാം, മോളിപ്പോൾ ആഹാരം കഴിക്കുക, നമുക്ക് സ്കൂളിലേക്ക് പോകാം എന്നൊക്കെ അവന്തിക പറയുന്നത് കേട്ട് ഇപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കണ്ട, എൻ്റെ അച്ഛനെ ഇന്ന് ഫാദേഴ്സ് ഡേക്ക് അമ്മ സ്കൂളിൽ കൊണ്ടുവരണം. എൻ്റെ അച്ഛൻ എവിടെയായി എന്ന് വീണ്ടും ചിപ്പി ചോദിക്കുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നു, അത് കുറേ ദൂരെയാണ്, അതുകൊണ്ടല്ലേ വരാൻ കഴിയാത്തത് എന്ന് അവന്തിക പറയുന്നു. എത്ര ദൂരെയാണെങ്കിലും എൻ്റെ അച്ഛൻ ഇന്ന് തന്നെ സ്കൂളിൽ വരണം എന്ന് വാശി പിടിക്കുന്നുണ്ട് ചിപ്പി. അതിത്ര പെട്ടെന്ന് എങ്ങനെയാ മോളെ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അച്ഛനെ ഇന്ന് കൊണ്ടുവരണം, ഇല്ലാതെ ഞാൻ അമ്മയോട് മിണ്ടില്ല എന്ന് വാശി പിടിക്കുന്നുണ്ട് ചിപ്പി. അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ് മാറി നിൽക്കുകയാണ് ചിപ്പി. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് അവന്തിക. എന്നിട്ട് ചിപ്പിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയൊന്ന് പറയട്ടെ, എല്ലാ കുട്ടികളും അവരുടെ അച്ഛനെ പറ്റി സ്നേഹത്തോടെ പറയുമ്പോൾ എനിക്ക് മാത്രം ഒന്നും പറയാനില്ല. എല്ലാവരുടെ അച്ഛന്മാർ സ്കൂളിൽ വരും, എൻ്റെ അച്ഛൻ മാത്രം സ്കൂളിൽ വരില്ല. ഇനി ഈ കൂട്ടുകാരുടെ കളിയാക്കൽ കേൾക്കാൻ എനിക്ക് വയ്യ. എൻ്റെ അച്ഛനെ ഇന്ന് സ്കൂളിൽ കൊണ്ടുവരാമെന്ന് അമ്മ എനിക്ക് ഇപ്പോൾ വാക്ക് തരണം, ഇല്ലെങ്കിൽ ഞാൻ ഇനി സ്കൂളിൽ പോവില്ല എന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എൻ്റെ മോൾ ഇനി കൂട്ടുകാരുടെ മുന്നിൽ നാണം കെടണ്ട. ഫാദേഴ്സ് ഡേ സെലിബ്രേഷന് എൻ്റെ മോളുടെ അച്ഛനെ ഞാൻ കൊണ്ടുവരും എന്ന് അവന്തിക പറയുന്നത് കേട്ട് വളരെയധികം സന്തോഷത്തോടെ അവന്തികയെ നോക്കുകയാണ് ചിപ്പി. സത്യം എന്ന് ചോദിച്ച് ഇപ്പോൾ അവന്തികയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ്. ഗൂഗിളിന് ഷർട്ടൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നത് അർച്ചന തന്നെയാണ്. അർച്ചന ഇപ്പോൾ വളരെ സ്നേഹത്തോടെ തന്നെ ആ ഷർട്ട് എടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ ആ ഷർട്ട് തന്നെ ഇടുന്നുണ്ട്. ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കണ്ണട വേണോ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുകയാണ് അർച്ചന. അപ്പോൾ ഈ സമയം ശോഭനയും ഗൗരിയും കൂടി അവിടേക്ക് വരുന്നു. ഇന്ന് അച്ഛനാണ് ലേറ്റ് ആവുന്നത് എന്നിങ്ങനെ ഗൗരി
പറയുന്നുണ്ട്. ഇന്നാരാ മോളെ ഒരുക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മയാണെന്ന് ഗൗരി പറയുന്നുണ്ട്. അമ്മയുടെ മേക്കപ്പിൽ ഇന്ന് അച്ഛൻ ഇച്ചിരി ഗ്ലാമർ കൂടിയോ എന്ന് എനിക്കൊരു സംശയമേ എന്ന് ഗൗരി പറയുന്നു. ഒരു മത്സരത്തിനും തോക്കരുത്, ജയിച്ചിട്ട് തന്നെ വരണം. എൻ്റെ ഗൗരിമോളുടെ അച്ഛൻ എല്ലാത്തിനും ഒന്നാമൻ തന്നെ ആകണം എന്ന് പറയുന്നുണ്ട് അർച്ചന. അങ്ങനെ ഇപ്പോൾ ഗൗരി ഇപ്പോൾ അവരോടെല്ലാം യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അവർ താഴേക്ക് പോയ സമയം ശിശിരയോട് ശോഭന പറയുന്നുണ്ട്, ഇപ്പോൾ നീ അവരുടെ അടുപ്പം കണ്ടില്ലേ, അതിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഇനിയൊരിക്കലും ഇവരെ അടർത്തി മാറ്റാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നു. അവൾ പറഞ്ഞത് കേട്ടില്ലേ എൻ്റെ ഗൗരിമോളുടെ അച്ഛനെന്ന്. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, കേട്ടു. എന്തായാലും അവരുടെ കാര്യം ഓക്കെയായി. ഇനിയിപ്പോൾ എൻ്റെയും രാജീവേട്ടൻ്റെ കാര്യം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ശിശിര ചോദിക്കുന്നത് കേട്ട് ശോഭന പറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനെക്കുറിച്ച് ഗൗരവമായിട്ടൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ പോകുന്നു അവിടെ നിന്നു. ശേഷം ഇപ്പോൾ സ്കൂളിൽ ഫാദേഴ്സ് ഡേ സെലിബ്രേഷനാണ്. അവിടെ ഇപ്പോൾ MLA വന്നിട്ടുണ്ട്, അവരുടെ മകളും. ശേഷം ഇപ്പോൾ കാറിലിപ്പോൾ സന്ദീപും സച്ചിയും ഇന്ദുക്കുട്ടിയും അമ്മുക്കുട്ടിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗരിയും ഗോകുലും എത്തുന്നു. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം കാണുന്നുണ്ട്. അപ്പോൾ ഗോകുൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന്. എന്തായാലും എന്തൊക്കെയോ ഉണ്ട് എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. ഗോകുൽ അങ്ങനെ പ്രിൻസിപ്പളിനെ കാണാനായി പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം ചിപ്പി വന്നില്ലല്ലോ എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവന്തിക ഇപ്പോൾ ചിപ്പിയുമായി അവിടെ എത്തിയിട്ടുണ്ട്. ചിപ്പിമോൾ ഇപ്പം സച്ചിയെ കണ്ടിട്ട് ഒരു ഹായ് പറയുന്നുണ്ട്. ഇത് കണ്ട് സച്ചിയുടെ അരികിലേക്ക് ചിപ്പിമോളെ വിടാതെ ഇങ്ങനെ അവന്തികയുടെ അടുത്ത് തന്നെ പിടിച്ചു നിർത്തുകയാണ് അവന്തിക. അങ്ങനെ കുട്ടികളിപ്പോൾ ഓടി അവരുടെ അടുത്തേക്ക് ചിപ്പിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയം സന്ദീപ് പറയുന്നുണ്ട്, കൊച്ചമ്മയ്ക്ക് നമ്മളെ പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ചിപ്പിമോളെ ഓർത്ത ഞാൻ ഒന്നും പറയാത്തതെന്ന്. ആ കുട്ടി ഒരു പാവമാണ് എന്ന് സന്ദീപും പറയുന്നുണ്ട്. അച്ഛൻ എവിടെ എന്ന് ഗോകുലിനെ കാണാത്തത് കൊണ്ട് ഗൗരിയോടിപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയെന്ന് ഗൗരി പറയുന്നുണ്ട് അവന്തികയോട്. എനിക്ക് നിങ്ങളോടൊരു സർപ്രൈസ് പറയാനുണ്ട്, പിന്നീട് പറയാമെന്ന് ചിപ്പി പറയുന്നു. ഈ സമയം അവിടേക്ക് വന്നിരിക്കുകയാണ് ആവണിയാണ് വരുന്നത്. നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ആവണി ഇപ്പോൾ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ദേഷ്യത്തോടെ സന്ദീപ് ഇപ്പോൾ അവന്തിക ഇപ്പോൾ തിരിച്ച് സന്ദീപിനെയും നോക്കി നിൽക്കുന്നുണ്ട്. ഈ സമയം ഇപ്പോൾ മറ്റു കുട്ടികൾ ചിപ്പിയെ കളിയാക്കുന്നുണ്ട്. ഫാദർ അല്ലാത്ത നീ എന്തിനാ ഫാദേഴ്സ് ഡേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഇതുവരെ ഇവളുടെ അമ്മയല്ലാതെ അച്ഛനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അതിന് തക്കതായ മറുപടി ഇന്ദുവും ഗൗരിയൊക്കെ മാറി മാറി കൊടുക്കുന്നുണ്ടായിരുന്നു മറ്റു കുട്ടികൾക്ക്. നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് അച്ഛനില്ലെന്ന്? MLA ആയ നിന്റെ അച്ഛനേക്കാൾ തിരക്കുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് എന്നെ കാണാൻ എപ്പോഴും അച്ഛൻ വരാത്തത്. ഞാൻ അനാഥയല്ല, എൻ്റെ അച്ഛൻ ഇന്ന് വരും, നോക്കിക്കോ എന്ന് ചിപ്പി അവരോട് പറയുന്നുണ്ട്. ഇതാണോ നിന്റെ സർപ്രൈസ് എന്ന് അമ്മു ചോദിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഇന്നെൻ്റെ അച്ഛൻ വരും, അമ്മ എനിക്ക് പ്രോമിസ് തന്നിട്ടുണ്ടെന്ന് ചിപ്പി ഇപ്പോൾ അവരോട് പറയുന്നു. സത്യമാണോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. നീ ഇനി ചിപ്പിയെ കളിയാക്കരുത്, ഇനി ശല്യപ്പെടുത്താൻ ഞങ്ങൾ ഇടപെടുമെന്ന് ഗൗരി ഇപ്പോൾ ആ കുട്ടികളോടായി പറയുന്നുണ്ട്. ഇവള് പറയുന്നതിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഇവളുടെ അച്ഛൻ്റെ പൊടി പോലും ഇന്ന് സ്കൂളിൽ എത്തില്ല എന്നൊക്കെ ആ കുട്ടികൾ പറയുന്നു. എന്നിട്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ചിപ്പിയോട് ചോദിക്കുന്നുണ്ട്, നീ ഒരു ബെറ്റിന് തയ്യാറാണോ? ഇന്ന് നിന്റെ അച്ഛൻ ഈ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മേലിൽ ഞങ്ങൾ നിന്നോട് വഴക്കിന് വരില്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പബ്ലിക്കായി ഞാൻ നിന്റെ കാല് കഴുകി തരും. അഥവാ നിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ പരസ്യമായി നീ എൻ്റെ കാല് കഴുകി തരേണ്ടി വരും. സമ്മതമാണോ എന്ന് ആ കുട്ടികളിപ്പോൾ ചിപ്പിയോടും അവരോടൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഗൗരി പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാതെ അവരോട് ബെറ്റ് വെക്കണ്ട എന്ന്. നമ്മളോട് മത്സരിക്കാൻ ഇവളായിട്ടില്ല എന്ന് അമ്മുവും പറയുന്നു. നിന്റെ അച്ഛൻ സ്കൂളിൽ വരുന്നത് ഇവളെ ബാധിക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് നീ മൈൻഡ് ചെയ്യേണ്ട എന്ന് ഇന്ദുവും പറയുന്നുണ്ട്. ഉടനെ ചിപ്പി പറയുന്നുണ്ട്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഇന്ന് അച്ഛൻ സ്കൂളിൽ വന്നില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ കാല് ഞാൻ കഴുകി തരും എന്ന് ചിപ്പി പറയുന്നു. അങ്ങനെ അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നതിനിടയിൽ മറ്റു കുട്ടികൾ ചിപ്പിയെ തള്ളിയിടുന്നു. നീ എന്താ അടി കാണിച്ചത്? ചിപ്പിയോട് സോറി പറയുക എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇന്ദു. അവൾ എൻ്റെ കാലിൽ ചവിട്ടിയിട്ട് ഞാൻ അവളോട് സോറി പറയണോ എന്ന് ചോദിച്ച് ഇപ്പോൾ ഇന്ദുവിനെയും ആ കുട്ടികൾ ഇപ്പോൾ തള്ളി മാറ്റുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ അമ്മുവും ഗൗരിയും കൂടി അവരോട് വഴക്കിന് പോവുകയാണ്. ഈ സമയം ആവണി അവിടേക്ക് വരുന്നു. നിങ്ങളെന്താ ഈ കാണിക്കുന്നത്, മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ആവണി ഇപ്പോൾ അവരെ പിടിച്ച് മാറ്റുകയാണ്. ഈ സമയം തന്നെ അവിടേക്ക് പ്രിൻസിപ്പളും വരുന്നു. നിങ്ങളെന്താ ഈ കാണിക്കുന്നത്? എല്ലാവരും എത്താറായി, ദൈവത്തെ ഓർത്ത് ഇന്നത്തെ ദിവസമെങ്കിൽ ഈ സ്കൂളിൻ്റെ അന്തസ്സ് കളയരുത്. വഴക്കുണ്ടാക്കിയാൽ ആരെയും സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പ്രിൻസിപ്പളും ടീച്ചേഴ്സും കൂടി കുട്ടികളോടായി പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.